I am Ennemcien. Q Master 47. 1. Radioactive element A, capital A, of constant lambda A, subscript A, lambda A, disintegrates to become element B of constant lambda B, and B disintegrates to C of constant lambda C. After a period of time t, the number of atoms of element B is found to be constant. Find the ratio of number of B atoms to number of A atoms at this instant of time. ഇവിടെ എ എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ബി ആകുന്നു. അപ്പോൾ എ പേരൻറ്റും ബി ഡോട്ടറുമാണ്. ബി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് സി ആയിട്ട് മാറും. ഇതിൽ ചോദ്യം പറയുന്നത് ഒരു സമയം കഴിയുമ്പോൾ ടി എന്ന് പറയുന്ന സമയത്ത് നമ്പർ ഓഫ് ബി ആറ്റംസ് കോൺസ്റ്റൻ്റ് എന്ന് കാണും. എ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ബി ആകുന്നു, ബി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് എ ആകുന്നു. അപ്പോൾ എ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബിയുടെ എണ്ണം കൂടുക, എ ബി ആയിട്ട് മാറുകയല്ലേ. ബി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബിയുടെ എണ്ണം കുറയുക, സി അവിടെ എണ്ണം കൂടുന്നു. അപ്പോൾ ബിയുടെ എണ്ണം കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ബി ആറ്റത്തിൻ്റെ എണ്ണം കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എയുടെ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ അതും ബിയുടെ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് എ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ബിയുടെ ജനനമാണ്. എ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ബി ആയിട്ട് മാറുക. അപ്പോൾ എയുടെ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ അല്ല റേറ്റ് ഓഫ് ഡി കെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ബർത്ത് ഓഫ് എ ബി. അതൊരു വസ്തു. ഇനി ബി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ബിയുടെ എണ്ണം കുറയുക. അപ്പോൾ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ബി അല്ല റേറ്റ് ഓഫ് ഡി കെ ഓഫ് ബി എന്ന് പറയുമ്പോൾ ബി കുറയുക. അപ്പോൾ എ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എ ബി കൂടുന്നു, ബി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ബി എണ്ണം കുറയുന്നു. അപ്പോൾ ബിയുടെ എണ്ണം കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? എയുടെ ഡിസിൻറ്റഗ്രേഷൻ റേറ്റും ബിയുടെ ഡിസിൻറ്റഗ്രേഷൻ റേറ്റും കോൺസ്റ്റൻ്റാണ്. ഡിസിൻറ്റഗ്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡി എൻ ബൈ ഡി ടി ദറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ എൻ. മൈനസ് ഉണ്ട്, ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ നിന്നും മൈനസ് ഉപയോഗിക്കേണ്ട. അപ്പം നമുക്ക് എന്തോ പറയാം, ഇങ്ങനെ എഴുതി കാണിച്ചാൽ മതി. എ ഡിസിൻറ്റഗ്രേറ്റ്സ് ടു ബി, ബി ഡിസിൻറ്റഗ്രേറ്റ്സ് ടു സി. റേറ്റ് ഓഫ് ഡി കെ ഓർ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡി എൻ എ ബൈ ഡി ടി ദറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ എ എൻ എ. ഇത് എയുടെ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ അറ്റ് ദി സെയിം ടൈം റേറ്റ് ഓഫ് ബർത്ത് ഓഫ് ബിയും കൂടെ ഇത് ബിയുടെ റേറ്റ് ഓഫ് ബർത്തിന് തുല്യമാണ്. എ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താൽ ബി ഉണ്ടാകും. ഇനി ബിയുടെ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ബി നഷ്ടപ്പെടുന്നത് ഡി എൻ ബി ബൈ ഡി ടി. ദറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ലാംഡ ബി എൻ ബി. ലോ ഓഫ് ഡിസിൻറ്റഗ്രേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തുല്യമാകുമ്പോൾ ബിയുടെ എണ്ണം കോൺസ്റ്റൻ്റായിട്ട് നിൽക്കും. അപ്പോൾ ഡി എൻ എ ബൈ ഡി ടി മസ്റ്റ് ബി ഈക്വൽ ടു ഡി എൻ ബി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ലാംഡ ദിസ് ഈസ് ലാംഡ എ എൻ എ ഈക്വൽസ് ലാംഡ ബി എൻ ബി, ഫ്രം വിച്ച് ഈ ബി ആറ്റത്തിൻ്റെ എണ്ണവും എ ആറ്റത്തിൻ്റെ എണ്ണവും തമ്മിലുള്ള റേഷ്യോ ആയി ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ ദി ടൈം ടി അറ്റ് ദി ടൈം ടി. അപ്പോൾ എൻ ബി ബൈ എൻ എ ഇവിടെ നിന്ന് കിട്ടുന്നത് ലാംഡ എ ബൈ ലാംഡ ബി. ദാറ്റ് ഈസ് ദി ആൻസർ. അനദർ വൺ, എ പ്രോട്ടോൺ injected into the disc of a cyclotron
as energy capital E at some point of time. What will be its energy when it shifts to the orbit of twice the radius? ഓർബിറ്റിൽ ഒരു പ്രത്യേക ഓർബിറ്റിൽ സൈക്ലോട്രോണിൽ പ്രോട്ടോൺ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ എനർജി ഈ റേഡിയസിൻ്റെ ഡബിൾ റേഡിയസ് ഉള്ള മറ്റൊരു ഓർബിറ്റിലോട്ട് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നു ഈ പ്രോട്ടോൺ. എങ്കിൽ ഇപ്പോൾ അതിൻ്റെ എനർജി എത്രയാണെന്നേ ചോദ്യമുള്ളൂ. വെറി സിമ്പിൾ. ഇ ഈക്വൽസ് ഈ ഫോർമുല ബൈ ഹാർട്ട് അയക്കണം. ഇതൊക്കെ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇ ഈക്വൽസ് ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2m. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, ക്യൂ കറങ്ങുന്ന ചാർജ്, ആർ ഓർബിറ്റിൻ്റെ റേഡിയസ്, എം മാസ് ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇത് ഇക്വേഷൻ ഒന്നിരിക്കട്ടെ. ഇനി റേഡിയസ് ഡബിൾ റേഡിയസിലേക്ക് മാറ്റുക. ആർ ചേഞ്ചസ് ടു 2r. ന്യൂ എനർജി ഇ ഡാഷ് ഈക്വൽസ് ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 2r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. എമ്മിനൊന്നും മാറ്റമില്ലല്ലോ. ഇപ്പോൾ ഈ 2 സ്ക്വയർ ഇനി മാറ്റാം. ഇപ്പോൾ 4 ഇൻറ്റു ബാക്കി ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2m. ഇത് ഇക്വേഷൻ ഒന്നനുസരിച്ച് ചെയ്യുക, പഴയ എനർജിയാണ്. സോ ഇ ഡാഷ് ഈക്വൽസ് 4e. എനർജി 4 ടൈംസ് ആയിട്ട് കൂടുന്നു എന്നർത്ഥം. നെക്സ്റ്റ്, ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5890 ആങ്സ്ട്രോം യൂണിറ്റ് falls on a double slit of separation small d equals 0.2 millimeter. A thin lens of focal length 1 meter is placed near the slits as shown in the figure. What is the separation between two nearest bright fringes on the screen? ഇതാണ് ഫിഗർ. ഡബിൾ സ്ലിറ്റ്സ് തമ്മിലുള്ള അകലം ഡി തന്നിട്ടുണ്ട്. ഇതിനടുത്തൊരു ലെൻസ് വെച്ചിട്ടുണ്ട്. സ്ക്രീന്, ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. എങ്കിൽ രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ച് തമ്മിലുള്ള അകലം, നിയറസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച് തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്കുള്ള ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ വിഡ്ത്താണ്. ചുരുക്കത്തിൽ ഫ്രിഞ്ച് വിഡ്ത്ത് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമുല ബീറ്റ ഈക്വൽസ് ലാംഡ ഡി ബൈ ഡി. ഡി എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ലിറ്റ്സും സ്ക്രീനും തമ്മിലുള്ള അകലമാണ്. അതിവിടെ ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അങ്ങ് എടുത്തുകൊണ്ടാൽ മതി. ഇതിനടുത്ത ഈ ലെൻസ് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്, ദാറ്റ് ഈസ് 1 മീറ്റർ. സ്മോൾ ഡി തന്നിട്ടുണ്ട് 0.2 millimeter, that is 0.2 into 10⁻³ meter. Lambda is 5890 angstrom unit, that is that into 10⁻10 meter. എല്ലാം ഒരു യൂണിറ്റിലാക്കണം. സോ ബീറ്റ ഈക്വൽസ് ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആൻസർ 2.945 into 10⁻³ എന്ന് കിട്ടും. അത്രയും മീറ്റർ. 10⁻³ എന്ന് പറഞ്ഞാൽ മില്ലി അല്ലേ. അപ്പോൾ ഇത് 2.945 millimeter. That is the answer. Another one. In Ans' double slit experiment, a source of light emitting two close wavelengths, lambda and lambda plus delta lambda, is used. It is found that a bright fringe of certain order n, small letter n, of lambda plus delta lambda is lost by a nearest dark fringe of lambda. Find delta lambda. അതായത് രണ്ട് വേവ് ലെങ്ത്, അടുത്തടുത്ത് വേവ് ലെങ്ത് ഉള്ള രണ്ട് റേഡിയേഷനുള്ള ഒരു ലൈറ്റ് ഇൻ്റർഫറൻസിന് ഉപയോഗിക്കുന്നത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ. അതിൽ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡയുടെ
nth ബ്രൈറ്റ് ഫ്രിഞ്ച് ലാംഡയുടെ തൊട്ടടുത്ത ഡാർക്ക് ഫ്രിഞ്ച് കൊണ്ട് ക്യാൻസൽഡ് ആയി പോവുക എങ്കിൽ ഇത് നമ്മൾ വേവ് ലെങ്ത് ഡിഫറൻസ് ഡെൽറ്റ ലാംഡ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും പാത്ത് ഡിഫറൻസ് ഈക്വൽ ആയിരിക്കണം. ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ, ഈ ലാംഡ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിൻ്റെ എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് മസ്റ്റ് ബി എൻ ലാംഡ. ബ്രൈറ്റ്നെസ്സിന് ഡാർക്ക് ഫ്രിഞ്ച് ആണെങ്കിൽ n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ. ആ കണ്ടീഷൻ അത് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡയുടെ എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ പാത്ത് ഡിഫറൻസ് n ഇൻറ്റു ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ. തൊട്ടടുത്ത ഡാർക്ക് ഫ്രിഞ്ച് ലാംഡയുടെ ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ പാത്ത് ഡിഫറൻസ് n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ. ഈ രണ്ട് പാത്ത് ഡിഫറൻസും തുല്യമാകുമ്പോഴല്ലേ ഒരിടത്ത് വരുന്നത്, എന്നിട്ട് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് ഫോർ nth bright fringe of lambda plus delta lambda is n into lambda plus delta lambda. Path difference of for the next dark fringe of lambda is n plus half into lambda. 2n plus 1 lambda by 2 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിങ്ങനെ പഠിക്കുന്നത് എളുപ്പം. n plus half, അത് ഹാഫോടെ കൂട്ടിയാൽ മതി. ലാംഡ എന്ത് ബ്രൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡാർക്ക് എന്ന് പറഞ്ഞാൽ n പ്ലസ് ഹാഫ് ഓർഡർ. അങ്ങനെ അതാ എളുപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കുക. ഇൻറ്റു ലാംഡ. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുക. n ഇൻറ്റു ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ ഈക്വൽസ് n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ, ഫ്രം വിച്ച് സിംപ്ലിഫൈ ചെയ്യുക. n ലാംഡ പ്ലസ് n ഇൻറ്റു ഡെൽറ്റ ലാംഡ ഈക്വൽസ് n ഇൻറ്റു ലാംഡ പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ. n ലാംഡ ക്യാൻസൽ ചെയ്യും, പോട്ട് n ഇൻറ്റു ഡെൽറ്റ ലാംഡ ഈക്വൽസ് ലാംഡ ബൈ 2 or delta lambda equals lambda by 2n. That is the answer. Thank you.